നിന്നെ ഒഴിവാക്കി മറ്റൊരാളുടെ സന്തോഷവും സമാധാനവും മറ്റൊരാളുടെ എൻജോയ്മെൻറ്റും ആഗ്രഹിച്ച് പോയ ഒരു വ്യക്തിയെ നീ മനസ്സിൽ കൊണ്ടു നടക്കേണ്ടതായ ആവശ്യമുണ്ടോ? കാരണം നിന്നോട് അവർക്ക് പ്രാധാന്യമുണ്ട്, ഇഷ്ടമുണ്ട്, താല്പര്യമുണ്ടായിരുന്നെങ്കിൽ മറ്റൊരാളെ കണ്ടപ്പോൾ ആ മറ്റൊരാളിലേക്ക് നടന്നു പോകുമായിരുന്നു. അതില്ലാഞ്ഞതുകൊണ്ട് മാത്രമല്ലേ അവർ മറ്റൊരാളിലേക്ക് നടന്നു പോയത്, മറ്റൊരാളുടെ സന്തോഷത്തിന് പ്രാധാന്യം കൊടുത്തത്, നിന്റെ സന്തോഷത്തെ തല്ലിക്കെടുത്തിയത്. നിന്റെ സന്തോഷം ആഗ്രഹിച്ചിരുന്നെങ്കിൽ ഒരിക്കലെങ്കിലും നിന്നെ അവർ ഒഴിവാക്കി മറ്റൊരു വ്യക്തിയിലേക്ക് നടന്നു പോകുമായിരുന്നു, മറ്റൊരു വ്യക്തിയുടെ സന്തോഷത്തിന് കൂട്ടു നിൽക്കുമായിരുന്നു. കാരണം നിന്റെ സന്തോഷത്തെ സന്തോഷമായിട്ട് കാണാൻ ആഗ്രഹിച്ചിരുന്ന ഒരു വ്യക്തിയായിരുന്നെങ്കിൽ ഒരിക്കലും അങ്ങനെ ചെയ്യില്ലായിരുന്നു. നിന്റെ സന്തോഷത്തെയും നിന്റെ സമാധാനത്തെയും നിന്നെയും വലിച്ച് പിച്ച് ചീന്തി, നിന്റെ ഹൃദയത്തെ പിച്ച് ചീന്തി നുറുക്കിയിട്ടാണ് മറ്റൊരാളിലേക്ക് കടന്നുപോയത്. അങ്ങനെയുള്ള ഒരു വ്യക്തിക്ക് വേണ്ടി നീ വീണ്ടും കാത്തിരിക്കുന്നത് കൊണ്ട് എന്തെങ്കിലും ഒരു അർത്ഥമുണ്ടോ? എന്തിനു വേണ്ടിയാണ്? നിന്നെ വേദനിപ്പിച്ചില്ലേ കടന്നുപോയത്? പക്ഷേ ആ വേദനയുടെ ആഴം നീ മറക്കുന്നുണ്ട് എങ്കിൽ നിനക്കവർ അത്രമേൽ പ്രിയപ്പെട്ടതായതുകൊണ്ട് മാത്രമാണ്. നിനക്കവർ അത്രമേൽ പ്രിയപ്പെട്ടത് തന്നെ ആയിരിക്കട്ടെ, എങ്കിലും നീ ആ പാഠം ഒരിക്കലും മറക്കരുത്. അവർ തന്ന ആ വേദനയുടെ ആഴം, ആ മുറിവിൻ്റെ ആഴം, അത് മറക്കാനുള്ളതല്ല. അത് നിൻ്റെ ജീവിതത്തിൽ മുന്നോട്ടുള്ള ജീവിതയാത്രയ്ക്ക് ഉതകാനായിട്ട് വേണ്ടി മാത്രമാണ്. അത് നീ മറന്നു കളഞ്ഞ് ജീവിക്കാനുള്ളതല്ല. പക്ഷേ നീ അവരോട് പൊറുക്കണം. കാരണം നിനക്ക് പൊറുക്കാൻ കഴിവുണ്ട്. പുറത്തു കൊടുത്തില്ല എങ്കിൽ നിന്നെ ആ വേദന തീരാ വേദനയായിട്ട് നീരാളി പിടുത്തത്തിൽ നീ അകപ്പെട്ടു പോവുകയുള്ളൂ. അവിടെ നിന്ന് നിനക്ക് രക്ഷപ്പെടാൻ സാധിക്കുകയില്ല. കാരണം ആ വേദന നിനക്ക് മറക്കാൻ സാധിച്ചാൽ, ആ വേദനയിൽ നിന്ന് നീ എന്നത്തേക്കുമായി അവർക്ക് മാപ്പ് കൊടുത്ത് പുറത്തു കടക്കാൻ സാധിച്ചാൽ നീ അവിടെ വിജയിച്ചു. വീണ്ടും ഒരിക്കൽ കൂടി അവരുടെ ജീവിതത്തിലേക്ക് നീ കടന്നു പോകരുത്. കാരണം ഇനിയും അവർ നിന്നെ വേദനിപ്പിക്കും. നിന്നെ അവർ, അല്ലെങ്കിൽ നിന്റെ വേദനയുടെ ആഴം അവരുടെ കൂടെ വേദനയായിരുന്നുവെന്നും എന്നെ പ്രിയപ്പെട്ടതായി കരുതിയ ഒരു വ്യക്തിയെ ഞാൻ വേദനിപ്പിക്കരുത് എന്നവർ ചിന്തിച്ചിരുന്നു എങ്കിലും അവർ ഒരിക്കലും അങ്ങനെ നിന്നോട് പെരുമാറുകയില്ലായിരുന്നു. ശരിയല്ലേ? അവർ അങ്ങനെ നിന്റെ വേദനയോ നിന്റെ കണ്ണുനീരോ നിന്റെ ഹൃദയത്തെ ആഴത്തിൽ മുറിവേൽപ്പിച്ചതോ അവർ കണക്കാക്കിയിരുന്നെങ്കിൽ, അവർ ചിന്തിച്ചിരുന്നെങ്കിൽ ഒരിക്കലും അവർ നിന്നെ ഒഴിവാക്കി മറ്റൊരു വ്യക്തിയുടെ കണ്ണുനീരൊപ്പാനും മറ്റൊരു വ്യക്തിയെ സന്തോഷത്തിലാക്കാനും പോവുകയില്ലായിരുന്നു. അതുമാത്രം നീ ഓർത്താൽ മതി. നിന്റെ മൂല്യം എന്താണെന്ന് നീ തിരിച്ചറിയുക. നിനക്ക് ആ വ്യക്തി പ്രിയപ്പെട്ടതാകാം, പക്ഷേ ആ വ്യക്തിക്ക് നീ പ്രിയപ്പെട്ടതല്ല. നീ അത് മനസ്സിലാക്കണം. നീ അവിടെ നിന്നും മറന്ന് നീ അവിടെ നിന്നും പതിയെ പതിയെ നിന്റെ വഴിയെ സഞ്ചരിക്കുക. അവർക്ക് അവരുടേതായ വഴി, അതിനി എന്ത് വായിക്കോട്ടെ, നീ ആ വഴിയെ പോവേണ്ട ആവശ്യമില്ല.